ഹായ്. അപ്പം ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം കൊണ്ടാണ് വന്നേക്കണം കേട്ടോ. അപ്പം സ്പെഷ്യൽ ആണോ എന്ന് ചോദിച്ചാൽ സ്പെഷ്യൽ തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ ചിക്കൻ സ്പെഷ്യൽ അല്ല മറ്റേ സ്പെഷ്യൽ അതുപോലെയല്ല ഇത്. ഇതൊരു സ്പെഷ്യൽ തന്നെയാണ്. കാരണം ഇതിപ്പോൾ കാണാനൊന്നും കിട്ടുന്നില്ല. ആരും ഉണ്ടെങ്കിൽ തന്നെ ആരും ആക്കി തിന്നുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. കുറവാണ്. കാരണം എൻ്റെ അനുഭവം വെച്ച് നോക്കിയാൽ തന്നെ കുറവാണല്ലോ. അപ്പം അതുകൊണ്ട് ഇതൊക്കെയെന്ന് വെച്ചാൽ വാഴക്കൂമ്പാണ്. സത്യം കാര്യം ഞാൻ പറയാനല്ലേ, എന്ത് സാധനം എന്ന് അറിയണ്ടേ. വാഴക്കൂമ്പാണിത്. അപ്പം എന്തായാലും ചെറുതായിട്ടൊന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിതൊന്ന് അരിഞ്ഞെടുക്കട്ടെ. ഇതിനെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണം കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ ഈ നാരുള്ള സാധനങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ എപ്പോഴും ഉൾപ്പെടുത്താൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിൻ്റെത് ഈ പുറന്തോടൊക്കെ ഞാൻ കളഞ്ഞിട്ടാ. എനിക്ക് ഉള്ളിലുള്ളതാ ഇത് മാത്രം എടുത്തിട്ടുണ്ടേ. അപ്പം ഞാനിതാ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇതിനെ കഴുകി നന്നായിട്ട് വാരി ഇങ്ങോട്ട് എടുക്കണം കേട്ടോ. നന്നായിട്ട് കഴുകാൻ വേണ്ടിയിട്ട് ഒരു കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സാധനമാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നല്ല വൃത്തിയിലൊന്നങ്ങോട്ട് കഴുകി അങ്ങോട്ട് എടുക്കുക എന്ന് മാത്രം. കാരണം ഒരുപാട് മഞ്ഞപ്പൊടിയും അതും ഇതൊക്കെ ഇട്ടിട്ടൊന്നും നമ്മൾ ഇടേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഇനി ഇതിനകത്തേക്ക് വേണ്ട സാധനങ്ങളൊക്കെയാണ് ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും വേണ്ട കേട്ടോ. അത് ഞാൻ നന്നായിട്ട് കഴുകി ഇങ്ങോട്ട് എടുക്കട്ടെ. അപ്പോൾ ഇതിനൊന്നിങ്ങനെ ഇഞ്ചപ്പരിവാക്കിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് തട്ടാട്ടോ. അപ്പോൾ ഞാനിനി ഇതിനെ അങ്ങോട്ടേക്ക് തട്ടിയിടയാണ്. പച്ചന തന്നെ ഇടണം കേട്ടോ. മുളക് പൊടിയൊന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. കാരണം നമ്മൾ മുളക് പൊടിയൊന്നും ഇട്ടിട്ട് നമ്മൾ ഇത്ര എരിവൊന്നും ആക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ പച്ചമുളകിൻ്റെ എരിവ് തന്നെ ധാരാളം. അങ്ങനെ എല്ലാ ഐറ്റംസും കൂടി അങ്ങോട്ട് മൊത്തമായിട്ട് അങ്ങ് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പണി കഴിഞ്ഞിട്ട് മഞ്ഞപ്പൊടി അത് ഉപ്പും ഒക്കെ ഇട്ടിട്ടുണ്ട് അങ്ങോട്ട് പെരക്കുക. നമ്മൾ ആ ക്യാബേജൊക്കെ അങ്ങോട്ട് പെരക്കുന്നില്ലേ, അതുപോലെ അങ്ങോട്ട് കുഴച്ച് ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് പിന്നെ നമ്മളെ ചീൻചട്ടിയിലേക്ക് കടുകും പൊട്ടിച്ചിട്ട് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ സംഭവം റെഡിയായി. ഇത്തിരി കറിവേപ്പിടാൻ ആരും മറന്നു പോകരുത്, അത് ഇട്ടിട്ടുണ്ട്. പിന്നെ കഴുകി മാറി ആ വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. വേറെ വെള്ളമൊന്നും പ്രത്യേകിച്ചൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഒരുപാട് വേവ് ഉണ്ടോയെന്ന് വെച്ചാൽ കുറച്ചധികം വേവുണ്ട്. എന്നാലും അത്ര വലിയ ഇതൊന്നുമില്ല. ചില ആൾക്കാർ കുക്കറിലൊക്കെ ഒന്ന് വിസിലൊക്കെ കേൾപ്പിക്കണതാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നല്ല രീതിയിൽ കിട്ടുമായിരിക്കും. നല്ലോണം വെന്തതിന് ശേഷം ഞാൻ തേങ്ങ ഇടാറുള്ളൂ കേട്ടോ. തേങ്ങ ഇട്ട് കുഴച്ചിട്ട് ഫസ്റ്റൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഞാൻ നല്ലോണം വെന്തതിന് ശേഷം ക്യാബേജിലാണെങ്കിലും ഞാൻ ലാസ്റ്റ് തേങ്ങ ഇടുള്ളൂ കേട്ടോ. അപ്പോൾ വെറൈറ്റി ആയിട്ട് ആരെങ്കിലും ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷേ എൻ്റെ പരിപാടി ഇതാണ്. അപ്പം ഞാനിപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ഇപ്പോൾ വലിയ ടേസ്റ്റ് എന്നൊക്കെ പറയണം. ഞാൻ ആദ്യമൊന്നും ഇതൊന്നും തൊടുന്നില്ലായിരുന്നു നമ്മൾ. പക്ഷേ ഇപ്പോൾ എന്താണെന്നറിയില്ല, കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷം എല്ലാം പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. തേങ്ങ കിട്ടിയതിന് ശേഷം നന്നായിട്ട് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഒന്നുമില്ല, പാത്രത്തിലേക്ക് അങ്ങ് മാറ്റുക, കഴിക്കുക, വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇതുപോലെയൊക്കെ ഐറ്റംസ് കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അവരെ ഏതെങ്കിലും രീതിയിൽ ടേസ്റ്റിൽ കഴിപ്പിക്കാൻ പറ്റിയ അത്രയും നല്ലതാട്ടോ ഇതെല്ലാം. സത്യം പറഞ്ഞാൽ ഈ വക ഡയലോഗൊക്കെ പണ്ട് നമ്മളെ അമ്മമാർ നമ്മളോട് പറയുന്നതാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ സീരിയസ്നെസ് ഒക്കെ നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ടേസ്റ്റും. അപ്പോൾ എന്തായാലും എനിക്കിതുപോലെ സ്പൂൺ കൊണ്ട് കോരി തിന്നാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ സ്പൂൺ കൊണ്ട് കോരി കഴിക്കുമ്പോൾ പോണ വഴി എന്താണെന്ന് അറിയില്ല. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയും സൂപ്പറാണ്. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരെയും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.